നമസ്കാരം. മരിച്ചു വീണ പെട്രോക്ലോസിൻ്റെ പടച്ചട്ട ഹെക്ടർ ഊരിയെടുത്തു. അതുപോരാഞ്ഞ് നിലത്ത് വീണ് കിടന്ന ആ ഹെൽമെറ്റ്, ആ തലപ്പാവും അയാൾ കൈക്കലാക്കി. ഇത് രണ്ടും ഏതാണെന്ന് അറിഞ്ഞു. അക്കിലസ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പീലൂസ് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്തുവിട്ട സാധനമായിരുന്നു. അത് ഹെക്ടർ കൈക്കലാക്കി. അക്കിലസിൻ്റെ രഥവും കുതിരകളെയും അയാൾ അപഹരിക്കുന്നതിന് മുന്നേ തന്നെ പടയാളികൾ അത് ഓടിച്ചു മാറ്റിക്കളഞ്ഞു. ഇല്ലെങ്കിൽ അയാൾ അതും കൊണ്ടുപോയി. എന്നിട്ട് കലി തീരാഞ്ഞ് ഇയാൾ ഹെക്ടർ എന്ത് ചെയ്തു? പെട്രോക്ലോസിൻ്റെ മൃതശരീരം വലിച്ചഴിച്ച് ട്രോയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ്. കൊണ്ടുപോയി തുടങ്ങി. വിവരം അറിഞ്ഞ് മെൽനാവൂസ് പാഞ്ഞെത്തി. മെൽനാവൂസും ദിയോമേഡിസും മറ്റ് പടയാളികളും പാഞ്ഞു വരുന്നതുകൊണ്ട് ഹെക്ടർ ഈ മൃതദേഹം ഉപേക്ഷിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഗ്രീക്കുകാരെ മൃതദേഹത്തെ രക്ഷിച്ചുകൊണ്ട് നിന്നു. ട്രോയ്ക്കാർ പലതവണ പൊരുതി നോക്കിയെങ്കിലും മൃതദേഹം വിട്ടുകൊടുത്തില്ല. ആര്? ഗ്രീക്കുകാർ. പക്ഷേ പെട്രോക്ലോസിൻ്റെ മരണത്തോടുകൂടി ഗ്രീക്ക് പട്ടാളത്തിലാകെ ഒരു അന്താളിപ്പും മരവിപ്പും അങ്കലാപ്പും ഒക്കെ ഉണ്ടായി. തൻ്റെ കപ്പലിൻ്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അക്കിലസ്. പക്ഷെ അദ്ദേഹത്തിന് കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല. പടയാളികൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന പടയാളികൾ പെട്ടെന്ന് ഒരങ്കലാപ്പോടെ നിൽക്കുന്നതും പിന്മാറാൻ തുടങ്ങുന്നതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നി. അപ്പോഴേക്കും യവന പടയാളികൾ ഓടി അക്കിലസിൻ്റെ അടുത്തെത്തി. അക്കിലസിനോട് പറഞ്ഞു, അക്കിലസ്, വളരെ സാഡ് ന്യൂസാണ് നിനക്ക് തരാനുള്ളത്. നമ്മുടെ ധീരനായ യോദ്ധാവ് പെട്രോക്ലോസിനെ ട്രോയ്ക്കാർ വധിച്ചു കളഞ്ഞു. ഇത് കേട്ടതും അക്കിലസ് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് തേറ്റിസ് ദേവത ഓടി അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ ഇത്? അക്കിലസ് പറഞ്ഞു, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനെ, എൻ്റെ സഹോദര തുല്യനായ പെട്രോക്ലോസിനെ ഇവർ വധിച്ചു കളഞ്ഞു. ഇനി ആ ഹെക്ടറിനെ വധിക്കാതെ എനിക്ക് മറ്റ് ഒന്നുമില്ല, എനിക്ക് അവനെ വധിച്ചേ തീരും. അപ്പം തേറ്റസ് ചോദിച്ചു, നിൻ്റെ ഹെൽമെറ്റും പടച്ചട്ടയൊക്കെ അവൻ കൊണ്ടുപോയില്ലേ? പടച്ചട്ട ഇല്ലാതെ നീ എങ്ങനെ ഹെക്ടറുമായിട്ട് യുദ്ധം ചെയ്യും? അത് ശരിയാണല്ലോ. അക്കിലസ് പറഞ്ഞു, എന്തു വന്നാലും വേണ്ടിയില്ല, എനിക്ക് മരിച്ചാലും വേണ്ടില്ല ഇപ്പോൾ, പക്ഷേ എനിക്ക് ഹെക്ടറിനെ കൊന്നേ മതിയാവും. തേറ്റസ് പറഞ്ഞു, ഒക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒളിമ്പസ് മലയിലെ ദേവശില്പിയെ കൊണ്ട് നിനക്കൊരു പുതിയ പടച്ചട്ടയും ഹെൽമെറ്റും ഞാൻ നാളെ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവരാം. അതുവരെ നീ യുദ്ധത്തിന് പുറപ്പെടരുത്. അന്ന് മുഴുവൻ അദ്ദേഹം കരഞ്ഞുകൊണ്ട് സ്വന്തം കപ്പലിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞതുപോലെ തേറ്റസ് പുതിയ പടച്ചട്ടയും ഹെൽമെറ്റുമായിട്ട് വന്നു. പുതിയ പടച്ചട്ട അണിഞ്ഞ് പൂർവാധികം ശക്തനും സുന്ദരനുമായിട്ട് അക്കിലസ് വിളങ്ങി. പക്ഷെ തേറ്റസ് ഒന്ന് പറഞ്ഞു, മോനെ, നീ ഹെക്ടറിനെ കൊല്ലാനായിട്ട് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒന്നുണ്ട്, ഹെക്ടറിനെ നീ വധിച്ചു കഴിഞ്ഞാൽ നിന്റെ മരണവും ഈ യുദ്ധഭൂമിയിൽ തന്നെ ആയിരിക്കും. അക്കിലസ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അവനെ വെറുതെ വിടില്ല. എന്നിട്ട് അക്കിലസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം ഗ്രീക്ക് കൂടാരങ്ങൾക്ക് നേരെ നടത്തിയത്. അക്കിലസ് യുദ്ധത്തിനായിട്ട് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും ഓടി വന്നു. അതായത് പരിക്കേറ്റ് കടന്നിരുന്ന അഗമെമ്നോൺ, മെലനാവൂസ്, ദിയോമേഡിസ്, ഒഡീസിയൂസ് എല്ലാവരും പുറത്തേക്ക് വന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അക്കിലസ് അഗമെമ്നോട് പറഞ്ഞു, ഞാൻ ഇതുവരെ യുദ്ധത്തിന് ഇറങ്ങാതിരുന്നത് വളരെ വലിയ തെറ്റായിപ്പോയി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ട്രോജൻ നേരിടും. ഇത് കേട്ടിട്ട് അഗമെമ്നോൺ അതിലും ഭയങ്കര സന്തോഷമായി. അഗമെമ്നോൺ പറഞ്ഞു, അക്കിലസ്, നീ എന്നോട് ക്ഷമിക്കുക, എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ വാശി കൊണ്ടാണ് നമ്മൾ തമ്മിൽ മത്സരം ഉണ്ടായത്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ബ്രസസിനെ ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ വിട്ടുതരുന്നു, അതുമാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശവും കൂടി നിനക്ക് ഞാൻ തരും, എന്നിട്ടേ ഇനി യുദ്ധത്തിന് പുറപ്പെടുന്നുള്ളൂ.
അക്കിലസ് പറഞ്ഞു, അഗമന്യോൺ വേണ്ട, നീ എൻ്റെ സുഹൃത്താണ്, ഇപ്പോൾ മുതൽ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ട്രോയ്ക്കാരെ ഇന്ന് നിലംപരിശാക്കിയിട്ട് തന്നെ കാര്യം. അക്കിലസ് മുന്നിട്ടിറങ്ങി, ബാക്കിയുള്ളവർ പുറകെ കൂടി. യുദ്ധം ആരംഭിച്ചു. ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അക്കിലസ് അങ്ങനെ മുന്നിൽ നിന്ന് പടം നയിക്കുകയാണ്. മുന്നിൽ വരുന്ന എല്ലാത്തിനെയും വെട്ടി വീഴ്ത്തി, അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ട് അക്കിലസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ തടുത്തു നിർത്താൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. അങ്ങനെ അക്കിലസ് പടം നയിച്ച് അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെക്ടർ എവിടെയെന്ന്. അക്കിലസിൻ്റെ ഈ വരവ് കണ്ട് പേടിച്ചിട്ട് ട്രോജൻ സൈനികർ പേടിച്ച് കോട്ടയ്ക്ക് നേരെ ഓടി. ഇതെല്ലാം കണ്ടുകൊണ്ട് കോട്ടയ്ക്ക് മുകളിൽ നിന്നിരുന്ന പ്രിയാം രാജാവ് കോട്ടവാതിലുകളെല്ലാം തുറന്നിടാൻ ആജ്ഞ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ഓടി കോട്ടയ്ക്കകത്ത് കയറിക്കൊള്ളുക, രക്ഷപ്പെടുക, അക്കിലസ് നിങ്ങളെല്ലാം വധിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഹെക്ടർ മാത്രം കോട്ടയ്ക്കകത്തേക്ക് കയറിയില്ല. അയാൾ കോട്ടവാതിൽക്കൽ തന്നെ നിന്നു. പ്രിയാം രാജാവ് ഇറങ്ങി വന്ന് മകനോട് യാചിച്ചു, മോനെ, നീ അക്കിലസ് കണ്ടോ, അയാൾ നിന്നെ കൊല്ലാനാണ് വരുന്നത്, നീ ഇവിടുന്ന് രക്ഷപ്പെടൂ, കോട്ടയ്ക്കകത്തേക്ക് കയറൂ. പക്ഷേ ഹെക്ടർ കൂട്ടാക്കിയില്ല. അയാൾ അക്കിലസിനെ നോക്കി അവിടെ തന്നെ നിന്നു. തൻ്റെ മുഴുവൻ രൗദ്രഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് അക്കിലസ് പാഞ്ഞെടുത്തു. അവർ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയായി. അക്കിലസ് ഒരു കുന്തം വലിച്ചെറിഞ്ഞിട്ട് അത് ഹെക്ടറിന് തട്ടിയില്ല. ഹെക്ടർ ഒരു കുന്തം എറിഞ്ഞു. ആ കുന്തം അക്കിലസ് തൻ്റെ പരിച കൊണ്ടാണ് തടുത്തത്. ആ പരിച പിളർന്നുപോയി. വാഴപ്പോള പോലെ പിളർന്നുപോയ ആ പരിച ദൂരെ എറിഞ്ഞുകൊണ്ട് അക്കിലസ് പാഞ്ഞു ചെന്നു. ഹെക്ടർ തൻ്റെ വാൾ ഊരാൻ ശ്രമിക്കുകയായിരുന്നു. വാൾ ഒരയിൽ നിന്ന് ഊരുന്നതിന് മുമ്പ് തന്നെ അക്കിലസ് ഹെക്ടറിന് മാരകമായ ഒരു പ്രഹരം കൊടുത്തു, ഒരൊറ്റ എണ്ണ കൊടുത്തു. ഹെക്ടർ നിലത്ത് വീണ്, പൊടിയിൽ വീണ് കടന്നു ഉരുണ്ടു. അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് ഹെക്ടർ അക്കിലസിനോട് പറഞ്ഞു, അക്കിലസ്, ഞാൻ തോറ്റു, ഞാൻ മരിക്കുകയാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം എൻ്റെ ആൾക്കാർക്ക് കൊടുക്കണം, മാന്യമായി സംസ്കരിക്കാൻ നീ അനുവദിക്കണം. അക്കിലസ് പറഞ്ഞു, നിന്നെ വിട്ടുകൊടുക്കാനോ? ഒരിക്കലുമില്ല. നിന്റെ മൃതദേഹം ഞാൻ നായ്ക്കൾക്കും നരിക്കൾക്കും തിന്നാനായിട്ട് കൊടുക്കും, അവർക്ക് ഭോജനമാക്കും നിന്നെ. എന്നിട്ട് ഗ്രീക്കുകാരോട് പറഞ്ഞു, ഇവനെ എടുത്തോളൂ. അപ്പോഴേക്കും ഹെക്ടർ മരിച്ചു കഴിഞ്ഞിരുന്നു. ഗ്രീക്കുകാർ അവനെ തൂക്കിക്കൊണ്ട്, മൃതദേഹം തൂക്കി അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ യുദ്ധം അവസാനിച്ചു. എല്ലാവരും താവളത്തിൽ വിശ്രമിക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞ നേരത്ത് ഒറ്റ കഴുതയെ പൂട്ടിയ ഒരു ചെറിയ വണ്ടിയിൽ ഒരു വൃദ്ധൻ ഗ്രീക്ക് പാളയത്തിലേക്ക് കടത്തി. അയാൾ നേരെ പോയത് അക്കിലസിൻ്റെ കൂടാരത്തിലേക്കാണ്. അയാളെ കണ്ട് അക്കിലസ് അത്ഭുതപ്പെട്ടു. പ്രിയാം രാജാവേ, നിങ്ങളോ? പ്രിയാം രാജാവ് പറഞ്ഞു, അക്കിലസ്, നീ വലിയ പോരാളിയാണ്, നീ എൻ്റെ മകനെ കൊന്നു, സാരമില്ല, പക്ഷേ എനിക്ക് അവൻ്റെ മൃതദേഹമെങ്കിലും തിരിച്ചു തരണം, അവനെ ശരിയായ രീതിയിൽ സംസ്കരിക്കാൻ നീ എന്നെ അനുവദിക്കണം. പ്രിയാം രാജാവിൻ്റെ മകനോടുള്ള സ്നേഹവും തനിയെ വരാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും എല്ലാം അക്കിലസിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഹെക്ടറിൻ്റെ മൃതദേഹം പ്രിയാം രാജാവിന് വിട്ടുകൊടുത്തു. പ്രിയാം രാജാവ് ഹെക്ടറിൻ്റെ മൃതദേഹം കൊണ്ടുപോയി മാന്യമായി സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് എന്താണ് നടക്കുന്നത് നമുക്ക് അടുത്ത തവണ പറയാം. നമസ്കാരം.